അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശുഐബ് നബി അലൈഹിസ്സലാമുമായുണ്ടായ കരാറിൻ്റെ അവധി കഴിഞ്ഞാൽ പിന്നെ മൂസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം മിസ്രിൽ മടങ്ങിപ്പോയി സ്വന്തം മാതാവിനെയും സ്വന്തം സഹോദരനായ ഹാറൂൻ നബിയെയും മറ്റും കാണാൻ ആഗ്രഹമുണ്ടായി. അദ്ദേഹം ശുഐബ് നബിയോട് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം സസന്തോഷം അനുവദിച്ചു. അങ്ങനെ അദ്ദേഹം സ്വന്തം ഭാര്യയെയും തനിക്ക് ലഭിച്ച ആടുകളെയും അടിമകളെയും കൊണ്ട് മിസ്രിലേക്ക് പുറപ്പെടുകയാണ്. ശത്രുക്കൾ അറിയാതിരിക്കാനായി ഷാമിൻ്റെ സമുദ്രതീരത്തോടു കൂടി പോകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. എങ്കിലും വഴിതെറ്റിപ്പോയത് കൊണ്ട് അവർ തുബർസീന പർവ്വതത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. 5 ദിവസങ്ങളോളം ചുറ്റിത്തിരിഞ്ഞിട്ടും മിസ്രിലേക്കുള്ള ശരിയായ വഴി കണ്ടെത്താൻ സാധിക്കാതെ അവർക്ക് മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി സഞ്ചരിക്കേണ്ടി വന്നു. ഒരു ദിവസം സന്ധ്യ മയങ്ങിയതോടുകൂടി അതികഠിനമായ ഇരുട്ട് സർവത്ര വ്യാപിച്ചു. മഞ്ഞും കട്ടകൾ വീണുകൊണ്ടിരുന്നത് കൊണ്ട് സഹിക്കവയ്യാത്ത തണുപ്പുമുണ്ടായി. ആടുകൾ തണുപ്പ് നിമിത്തം നാനാഭാഗങ്ങളിലായി ചിതറിപ്പോയി. ആളുകളെല്ലാം തന്നെ ആടുകളെ ഒരുമിച്ച് കൂട്ടുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. അവസാനം മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഗർഭിണിയായിരുന്ന ഭാര്യയും മാത്രം ഒരു സ്ഥലത്ത് ബാക്കിയായി. ഭാര്യയ്ക്ക് പ്രസവ വേദനയും തുടങ്ങി. കുറച്ച് തീ കിട്ടിയാലേ തണുപ്പിന് അല്പം ശമനമുണ്ടാകുമെന്ന് വിചാരിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഏതാനും അടിമകളെ വിളിച്ച് അവിടുന്ന് എവിടുന്നെങ്കിലും കുറച്ച് തീ സംഘടിപ്പിക്കാൻ പറഞ്ഞു. കല്ലിൻ്റെ മുകളിൽ ഇരുമ്പ് കൊണ്ട് അടിച്ച് തീയുണ്ടാക്കാൻ മൂസാ നബി അലൈഹിസ്സലാം ശ്രമിച്ചു. അവസാനം തീ കിട്ടാൻ വേണ്ടി ചെയ്ത എല്ലാ പരിശ്രമങ്ങളും വിഫലമാകുകയാണ് ഉണ്ടായത്. അതിൽ പിന്നെ അടിമകളോട് അവിടെ നിൽക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ തീ അന്വേഷിച്ച് പോകാൻ ഒരുങ്ങി. ആ അവസരത്തിൽ സീനാ മലയുടെ വലതു ഭാഗത്ത് തീ പ്രകാശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം വളരെ വേഗത്തിൽ നടന്ന് ആ സ്ഥലത്തെത്തി. മൂസാ അലൈഹിസ്സലാം അവധി പൂർത്തിയാക്കി തൻ്റെ പരിവാര സമേത യാത്രയായപ്പോൾ തൂർ ഭാഗത്തെ അഗ്നി കണ്ടെത്തി അദ്ദേഹം തൻ്റെ പരിവാരങ്ങളോട് അവിടെ നിൽക്കണമെന്നും താൻ തീ കണ്ടെത്തിയിരിക്കുന്നുവെന്നും തനിക്ക് വർത്തമാനം അറിയാനോ തീ കൊണ്ടുവരാനോ സാധിച്ചേക്കുമെന്നും അങ്ങനെ അവർക്ക് തീയാക്കാമെന്നും പ്രസ്താവിച്ചു എന്നാണ് ഈ സംഭവത്തെ ഖുർആൻ വിവരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പാഞ്ഞു ചെന്നപ്പോൾ ഒരു അശരീരി വാക്ക് അദ്ദേഹത്തിൻ്റെ ചെകിട്ടിൽ വന്നലയ്ക്കുകയാണ്. അത് ഇങ്ങനെയായിരുന്നു: തീ അന്വേഷിക്കുന്നവനും അഗ്നിക്ക് ചുറ്റുമുള്ളവനും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിളി ആ പർവ്വത ഭാഗത്ത് മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുകയും അള്ളാഹുമായി അദ്ദേഹത്തിന് സംഭാഷണമുണ്ടാവുകയും ചെയ്തുവെന്നാണ് ഇവിടെ പ്രമാണങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത്.
എന്നാൽ സൃഷ്ടികളുടെ രൂപങ്ങളോടും സ്വഭാവങ്ങളോടും കർമ്മങ്ങളോടും സാമ്യമില്ലാത്ത ആ സൃഷ്ടികർത്താവിൻ്റെ സംഭാഷണം എങ്ങനെയായിരുന്നുവെന്നത് നമ്മുടെ ചിന്തയിലും ശക്തിയിലും ഒതുങ്ങുന്നതല്ലെന്ന് നാം മനസ്സിലാക്കണം. തൗറാത്തിൽ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു: ദൈവം സീനാ പർവ്വതത്തിൽ പ്രത്യക്ഷനായി, യസീർ പർവ്വതത്തിൽ അവൻ്റെ പ്രഭ പ്രതിഫലിച്ചു, പാറാൻ പർവ്വതത്തിൽ അത് ഉയർന്നു. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം ആ പ്രഭാപ്രസരത്തെ സസൂക്ഷ്മം വീക്ഷിച്ചു. വാസ്തവത്തിൽ അത് തീയായിരുന്നില്ല, നേരെ മറിച്ച് അത് അഗ്നിരൂപത്തിൽ ദിവ്യശക്തി കൊണ്ട് വെളിപ്പെട്ട ഒരത്ഭുത കാഴ്ച മാത്രമായിരുന്നു. തീയായിരുന്നുവെങ്കിൽ അത് ദർശനത്തിനെന്ന പോലെ ഉപയോഗത്തിനും പറ്റുമായിരുന്നു. എന്തോ ഒരത്ഭുതമെന്നേ അതിനെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ അത് അതിമഹത്തായ ഒരു പ്രഭയായിരുന്നുവെന്ന് മാത്രം പറയാം. ഷാമിൽ ഉണ്ടാവാറുള്ള ഉന്നാബ് എന്ന ഒരു തരം മരങ്ങളുടെ പൊക്കത്തിൽ അത് കാണപ്പെട്ടു എന്നാണ് കഥ. എന്നാൽ ഷാം പ്രദേശത്തെ മുഴുവൻ ആ പ്രഭ ആവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രഭ എല്ലാ നയനങ്ങളെയും നിഷ്പ്രഭമാക്കി കളഞ്ഞു. അത് തീയല്ലെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഏകദേശം വ്യക്തമായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം പരീക്ഷാർത്ഥം കുറേ പുൽക്കൊടികൾ പറിച്ച് ഒരു ചൂട്ട് പോലെ കെട്ടി അത് ആ പ്രഭയിൽ കാട്ടി കത്തിക്കാൻ ശ്രമിച്ചിരുന്നുവത്രേ. എന്നാൽ അടുത്തു ചെല്ലും തോറും തീജ്വാല അകന്നു പോവുകയാണ് ചെയ്തിരുന്നത്. അവസാനം ഇങ്ങനെയൊരു അശരീരി ശബ്ദമുണ്ടായി: മൂസാ, നിശ്ചയമായും നിന്റെ രക്ഷകർത്താവ് ഞാനാകുന്നു. നീ നിന്റെ ചെരിപ്പുകൾ രണ്ടും ഊരിക്കൊള്ളണം. പരിപാവനമായ തുവാ മരുഭൂമിയിലാണ് നീ നിൽക്കുന്നത്. ഇങ്ങനെ ചെരിപ്പൂരാൻ അറിയിപ്പുണ്ടായതിനെപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹസ്രത്ത് അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നിവേദനത്തിൽ ഇങ്ങനെ പറയുന്നു: മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചെരിപ്പ് ഊറക്കിടാത്ത കഴുതത്തോല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് അത് ഊരാൻ കൽപ്പനയുണ്ടായത്. മുഹാരിൻ എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വൃക്ഷത്തിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിളിച്ചു. അദ്ദേഹം വിളിക്കുത്തരം നൽകി. എങ്കിലും വിളിച്ചതാരാണെന്ന് അദ്ദേഹം ഗ്രഹിച്ചിരുന്നില്ല. ഒരാൾ വിളിക്കുന്നുണ്ടെന്നല്ലാതെ എവിടെ നിന്നാണ്, ആരാണ് എന്നൊന്നും മനസ്സിലായില്ല. നീ എവിടെ എന്നതിന് അയാളും കാണിച്ചു തന്നാലും എന്ന് മൂസാ നബി അലൈഹിസ്ലാം നീ എവിടെ എന്നതിന് അടയാളം കാണിച്ചു തന്നാലും എന്ന് മൂസാ നബി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചു. അതിനുണ്ടായ മറുപടി ഇങ്ങനെയായിരുന്നു: നിന്റെ മീതെയും നിന്റെ കൂടെയും നിന്റെ മുന്നിലും നിന്റെ പിന്നിലും നിന്റെ ആത്മാവിനേക്കാൾ നീയുമായി അടുത്ത് ഞാനുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാം പാദരക്ഷകൾ ഊരി പ്രഭാഷണം കേട്ടുവെന്ന് മാത്രം പറയാനല്ലാതെ മുനാജാത്തിൻ്റെ അഥവാ പ്രഭാഷണങ്ങളുടെ യഥാർത്ഥ രൂപം സൃഷ്ടികളായ നമ്മുടെ ചിന്താശക്തിക്ക് വിധേയരല്ലെന്ന് നാം ധരിച്ചിരിക്കേണ്ടതാണ്. കഥകൾ ഈ സംഭവത്തെ കുറേ തന്മയത്വത്തോടു കൂടി പ്രതിപാദിക്കാൻ ഉത്സാഹിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ സംഗ്രഹം മാത്രം പറയാം. ഹസ്രത്ത് മൂസാ അലൈഹി ഇസ്ലാം തൻ്റെ വടി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് തീജ്വാല കണ്ട സ്ഥലത്തേക്ക് നടന്നു. അടുത്തെത്തിയപ്പോൾ ഉന്നാബ് എന്ന് പേരായ ഒരു മരത്തിൻ്റെ അടി മുതൽ അതിൻ്റെ മേൽത്തട്ട് വരെ പ്രഭാമയങ്ങളായി അദ്ദേഹം കണ്ടു. ആ പ്രകാശം പ്രഥമ ദൃഷ്ടിയിൽ അഗ്നിയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം ആ മരം അടിയോടെ മുറിച്ച് തൻ്റെ തലക്ക് മീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഗ്നി തൻ്റെ വടിയിൽ കത്തിപ്പിടിക്കാനായി അദ്ദേഹം വടി കാട്ടി നോക്കി. എന്നാൽ ആ അഗ്നിമയമായ പ്രഭ മരത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് മറ്റേ ശിഖരത്തിലേക്ക് പാഞ്ഞൊളിച്ചതല്ലാതെ വടിമേൽ ഒരിക്കലും കത്തിപ്പിടിച്ചിരുന്നില്ല. അവസാനം മൂസാ അലൈഹി ഇസ്ലാം നിരാശനായി. അനന്തരം അശരീരി വാക്ക് കേട്ടതനുസരിച്ച് അദ്ദേഹം ചെരിപ്പുകൾ ഊരിയിട്ടു. അവ രണ്ടും ഉടൻ തന്നെ 2 തേളുകളായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹം പുറപ്പെട്ടു പോയപ്പോൾ ആ മലകളിൽ
പാമ്പുകളും തേളുകളും ധാരാളം ഉള്ളത് കൊണ്ട് സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ കാലുകളിൽ ചെരിപ്പും കയ്യിൽ വടിയുമുള്ള സ്ഥിതിക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ലെന്ന് അദ്ദേഹം ഭാര്യയോട് മറുപടി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അത് നിമിത്തമാണ് ചെരിപ്പുകൾ രണ്ടും തേളുകളായി മാറിയത്. വടിയെ അള്ളാഹു പാമ്പാക്കിയും മാറ്റിയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നോക്കുക. അള്ളാഹുവിൻ്റെ ചോദ്യം: മൂസ, നിന്റെ വലത്തെ കയ്യിൽ എന്താണ്? അദ്ദേഹം മറുപടി പറഞ്ഞു: അത് എൻ്റെ വടിയാണ്. അതിന്മേൽ ഞാൻ ബലം പ്രയോഗിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആടുകൾക്ക് ഇല തച്ച് കൊഴിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട്. അവൻ കൽപ്പിച്ചു: മൂസ, അത് നിലത്തിടുക. അപ്പോൾ അദ്ദേഹം നിലത്തിട്ടു. അപ്പോൾ അത് ഇഴഞ്ഞു നടക്കുന്ന സർപ്പമാണ്. അവൻ കൽപ്പിച്ചു: നീ അത് എടുത്തുകൊള്ളണം, ഭയപ്പെടേണ്ട. അതിൻ്റെ പഴയ ഗുണം തന്നെ നാം തിരിച്ചു കൊടുക്കും. ഈ വടിയെപ്പറ്റി അള്ളാഹു ഇവിടെ പറയുന്നത് ഇഴഞ്ഞു നടക്കുന്ന സർപ്പം എന്നാണല്ലോ. വേറൊരു സ്ഥലത്ത് പ്രത്യക്ഷമായ പെരുമ്പാമ്പ് എന്നും മറ്റൊരു സ്ഥലത്ത് ജിന്നിന് സമാനനായ ജാന്യ എന്നും വന്നിരിക്കുന്നു. അപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ സർപ്പമായും ചിലപ്പോൾ വലിയ പാമ്പായും മറ്റ് സന്ദർഭങ്ങളിൽ ജിന്നിനെ പോലെയും ആ വടിയെ കാണികൾക്ക് തോന്നിയിരുന്നു എന്നാണ് സാരം. വാസ്തവത്തിൽ ആ വടി അള്ളാഹുവിങ്കൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് സിദ്ധിച്ചിട്ടുണ്ടായിരുന്ന അമാനുഷിക ശക്തിയുടെ ഒരു പ്രകടമായ ലക്ഷണമായിരുന്നു. ഇതുപോലെ അനേകം അമാനുഷിക ശക്തികൾ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന വേറെ 2 ശക്തികളെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്നു: നീ നിന്റെ കൈ നിന്റെ കീശയിലിടുക, എന്നാൽ അത് യാതൊരു അഴുക്കും കൂടാതെ വെള്ള നിറമുള്ളതായി പരിണമിക്കും. ഭയമുണ്ടായാൽ നിന്റെ കൈകൾ കൂട്ടിക്കൊള്ളണം. അവ ഫിറോവിൻ്റെയും അവൻ്റെ ആളുകളുടെയും നേരെ നിന്റെ നാഥനിൽ നിന്നുള്ള 2 തെളിവുകളായിരിക്കും. അവർ നിസ്സംശയം തെമ്മാടി വർഗക്കാരാണ് എന്ന് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചിരുന്നതായി ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ കൈ കീശയിലിട്ട് വലിക്കുമ്പോൾ അത് പ്രകാശമായി കാണുന്നതും കൈകൾ കൂട്ടിവെക്കുമ്പോൾ ശത്രുഭയം നീങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ അമാനുഷിക ശക്തികളായിരുന്നു. അവ അനവധി ആളുകൾക്ക് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതിന് പ്രേരകമായി ഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ്തുത പ്രഭാഷണ വേളയിൽ ഫിറോവിൻ്റെ നേരെ പോകുന്നതിനുള്ള ആജ്ഞയും മൂസാ നബി അലൈഹി സ്വലാമിന് ലഭിച്ചിരുന്നു. ആ കൽപ്പനയാണിത്: നീ ഫിറോവിൻ്റെ നേർക്ക് പോകണം. തീർച്ചയായും അവൻ അക്രമിയാണ്. അവന് സംസ്കാരം പ്രാപിക്കാമോ എന്ന് അവനോട് ചോദിക്കുകയും അവൻ്റെ രക്ഷിതാവിലേക്ക് അവന് മാർഗദർശനം നൽകാമെന്നും അങ്ങനെ അവൻ ഭക്തനായി ഭവിക്കുമെന്നും അവനോട് പറയുകയും ചെയ്യുക. പ്രസ്തുത സന്ദേശം ലഭിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം താഴെ വരും വിധം പ്രാർത്ഥിച്ചിരുന്നതായി കഥകളിൽ കാണുന്നു: രക്ഷിതാവേ, എൻ്റെ വീട്ടുകാരും ആടുകളുമെല്ലാം മരുഭൂമിയിൽ നിൽക്കുകയാണല്ലോ. അവർക്ക് അവിടെ ഒരു രക്ഷയുമില്ല. അവരുപേക്ഷിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മിസ്രിലേക്ക് പോകും? അപ്പോൾ ഇങ്ങനെ ഒരു അശരീരി വാക്ക് അദ്ദേഹം ശ്രവിച്ചു: മൂസ, അവരുടെ കാര്യത്തിൽ നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ പത്നിയെ ശുശ്രൂഷിക്കാനും കുട്ടിക്ക് മുല കൊടുക്കാനുമായി ഞാൻ സ്വർഗ സ്ത്രീകളെ നിയോഗിച്ചിരിക്കുന്നു. ആടുകളെയും അവർ തന്നെ രക്ഷിക്കും. നീ യാതൊന്നും ഭയപ്പെടാതെ മിസ്രിലേക്ക് പോവുക. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നിരവധിയായ കഥകൾ മറ്റ് വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫിറോനുമായുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ മറ്റ് വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയും ഫിറോനും എന്ന് പറയുന്ന വീഡിയോകളിൽ അതെല്ലാം കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.